ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടും ആക്റ്റീവായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളൊരു യാത്ര പോവും. ആ യാത്രയുടെ വീഡിയോസ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 3:55 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോകുന്നത് മൂന്നാറിലേക്കാണ് കേട്ടോ. അപ്പോൾ വഴിയിൽ ആദ്യം കണ്ടൊരു കപ്പലിൽ ഞങ്ങൾ നേർച്ചിട്ട് നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം വണ്ടിയിൽ ഡീസൽ അടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് കോതമംഗലം എത്തിയപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടോ. ഇനി മുതൽ ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലി ആയിട്ടുള്ള ട്രിപ്പൊക്കെ പോകാനുള്ള വീഡിയോസായിരിക്കും ഞങ്ങൾ കൂടുതലിടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിത് ഈ യാത്ര തുടർന്ന് നേരെ ഞങ്ങൾ കോതമംഗലം കഴിഞ്ഞ് ആ പാലം ഞങ്ങൾ വേറൊരു വളവിൽ വെച്ച് കണ്ടപ്പോൾ ഭയങ്കര ഭംഗി തോന്നി. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ തീരുമാനിച്ചേ വന്നേട്ടോ. അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നേരെ ചെന്നത് ചിയാപ്പാറ വെള്ളച്ചാട്ടമായിരുന്നു. അപ്പോൾ ഉണ്ണി ഉറങ്ങുന്നതുകൊണ്ട് ഞാനും കുട്ടികളും മാത്രം അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് കയറിയിട്ടോ. അടിമാലി എത്തിക്കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി പോവാം, മൂന്നാർ എത്തട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു തീരുമാനം വളരെ തെറ്റായിപ്പോയി എന്ന് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡിൻ്റെ സ്ഥലങ്ങൾ പിന്നെ ഒരുപാട് കണ്ടെങ്കിലും അതൊന്നും സെലക്ട് ചെയ്തില്ല. അതെന്തോ കംഫർട്ടായിട്ട് തോന്നിയില്ല. മൂന്നാർ എത്തട്ടെ എന്നിട്ട് കഴിക്കാം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്നാറെത്തി. നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ മൂന്നാറിലുള്ളത്. എന്താ പറയുക, നമ്മൾ എത്ര സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് വന്നാലും ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്തൊരു സന്തോഷത്തിലേക്ക് പോകും. അത്രമാത്രം നല്ല സീനറിയും അതുപോലെ തന്നെ ക്ലൈമറ്റും, എന്താ പറയുക, മനസ്സിന് ഹൈ റേഞ്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു മൂന്നാർ യാത്രയൊക്കെ അടിപൊളിയായിരിക്കും. കൂടെ മഴയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം മഴ പെയ്തു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എവിടെയൊക്കെ നിർത്തണോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത്, അങ്ങനെ അവസരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല ഇങ്ങനെ സീനറി കാണും. അതല്ലെങ്കിൽ അത് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്ത് കൈ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കാണില്ല കേട്ടോ. അങ്ങനെയായിരുന്നു. എങ്കിലും എന്താ പറയുക, നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു. കാരണം എനിക്ക് കൂടുതലും വീഡിയോ എടുക്കണേക്കാളും കൂടുതൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മറന്നു പോയിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം അത്രയും ഭംഗിയായിരുന്നു മൂന്നാർ കാണാനായിട്ട്. കൂട്ടത്തിൽ ആ ഒരു ചാറ്റൽ മഴയും പിന്നെ അങ്ങനെ ഒരു തണുപ്പും എല്ലാം കൂടിയാകുമ്പോൾ നമ്മളങ്ങ് നമ്മുടെ സ്വർഗം എന്ന് പറയില്ലേ, ആ ഒരു മൈൻഡായിരുന്നു. നമ്മൾ സ്വർഗത്തിലെത്തി എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഞങ്ങൾ എല്ലായിടത്തും വണ്ടി നിർത്തിയാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ അവസാനം കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടൗണിൽ തന്നെയായിരുന്നു. അത്യാവശ്യം പാർക്ക് ചെയ്യാനും പറ്റി വണ്ടി. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ കഴിച്ചു. ഞാൻ അപ്പം മുട്ടക്കറിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കൺഫ്യൂഷനായി എങ്ങോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ആദ്യം പോയത്. പക്ഷേ അതൊരു നല്ല സജഷനായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. കാരണം ആ റൂട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. ടീ ഫാക്ടറി ആയാലും പിന്നെ റോസ് ഗാർഡൻ, അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു റൂട്ടിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ നേരെ മാട്ടുപ്പെട്ടിയിലേക്ക് വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. എന്നാലും എന്തായാലും നമ്മൾ വർഷത്തിലൊരിക്കൽ പോകുന്നൊരു ട്രിപ്പ്, കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് ട്രിപ്പ് പോയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മഴേനെയൊന്നും ഞങ്ങൾ നോക്കിയില്ല. ഞങ്ങൾ അത്യാവശ്യം പിള്ളേർ ഞങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അവിടെ നിന്ന് വേഗം തിരിച്ചു പോന്നു. അത്യാവശ്യം നല്ല മഴയുണ്ടായി. പിന്നെ അത്യാവശ്യം ബ്ലോക്കും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു അവിടെ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ടീ ഫാക്ടറിയിൽ കയറി. പക്ഷേ അവിടെയൊക്കെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതുപോലെ നമ്മൾ പിന്നെ പോയത് റോസ് ഗാർഡനിലും അതെ, അത്യാവശ്യം നമുക്ക് അങ്ങനെ കുട്ടികളെയും കൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം നല്ല മഴയുണ്ട്, കുട്ടികളെ പിടിക്കണം. അങ്ങനെ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ക്യാരറ്റ് കണ്ടു കേട്ടോ, നല്ല പച്ച ക്യാരറ്റ്. അപ്പോൾ അത് മേടിച്ച് കഴിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ തേയിലത്തോട്ടങ്ങൾ കണ്ടാൽ പിന്നെ എനിക്ക് വണ്ടി നിർത്തിയേ പറ്റൂ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്ന, പിന്നെ ഞങ്ങൾ നേരെ കാന്തല്ലൂർക്കാണ് കേട്ടോ പോയി. ഞങ്ങൾക്ക് റൂമൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നത് കാന്തല്ലൂരായിരുന്നു. അപ്പോൾ പോണ വഴിക്കൊക്കെ കുഞ്ഞു തട്ടുകടകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഇറങ്ങി ഇങ്ങനെ വെള്ളമോ ചായയോ അങ്ങനെയൊക്കെ കുടിച്ചാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് സ്പോട്ട് കാട്ടിൽ വെച്ച് കണ്ട ആദ്യത്തെ സ്ഥലം തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട്. കാരണം ഇനി അങ്ങ് പോകും തോറും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ട് അങ്ങനെ ഞങ്ങളൊരു 3 ഊണും മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ടായിരുന്നു. അത്യാവശ്യം തമിഴ്നാട് സ്റ്റൈലായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഫുഡൊക്കെ. അങ്ങനെ കുറച്ച് നേരം അവിടെയും കുറച്ച് നേരം നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ആ ഒരു മൂന്നാറിൻ്റെ ആ ഒരു ക്ലൈമറ്റും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ യാത്ര തുടരും തോറും. പിന്നെ ഞങ്ങൾ നേരെ മറയൂർ കടന്ന് കാന്തല്ലൂർ എത്തി. പിന്നെ കാന്തല്ലൂർ
മറയൂരിൽ നിന്ന് പിന്നെ കാന്തല്ലൂർക്ക് നല്ല പക്ക ഹൈ റേഞ്ചാണ്. നമ്മൾ ഹെയർ പിന്നുകൾ ഇങ്ങനെ കയറിയാണ് പോകുന്നത്. അതും ഒരു എന്താ പറയുക, ഒരു വേറൊരു വൈബാണത്. മൂന്നാർ അല്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പും പിന്നെ ആ ഒരു ഹൈ റേഞ്ച് കയറുമ്പോഴുള്ള കാഴ്ചകളൊക്കെ വളരെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ റൂമിൻ്റെ മുമ്പിൽ നിന്നുള്ള വിഷ്വൽ. നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബഡ്ജറ്റൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നതായിരിക്കും.